എൻ്റെ പേര് മിനിജ പി എൻ. ഞാൻ പാലാ രൂപതയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് മംഗളാരത്തിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 30 12 മാസമാണ് എടുത്തത്. ഞാൻ അമ്മയോട് നന്ദി പറയാൻ താമസിച്ചതിന് അമ്മയോടും തിരുക്കുമാരനോടും 1000 ക്ഷമ ചോദിച്ചു കൊള്ളുന്നു. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് 10-25 വർഷമായിട്ടുള്ള സ്കിൻ അലർജി എനിക്ക് മാറ്റി കിട്ടി. ഉടമ്പടി തൈലവും തേനും അച്ഛൻ്റെ യൂട്യൂബ് ധ്യാനത്തിലും പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ എനിക്ക് മുട്ടുകുത്തി 13 വർഷമായിട്ട് എനിക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലായിരുന്നു. മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ദൈവമാതാവ് എനിക്ക് കനിഞ്ഞു തരില്ലേ. അതുപോലെ തന്നെ എനിക്ക് 3 വർഷമായിട്ടുള്ള ഒരു കാറിൻ്റെ ലോൺ ഉണ്ടായിരുന്നു. 1,80,000 രൂപയായിരുന്നു അതിൻ്റെ ലോണ്. അത് ആദ്യത്തെ ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഓഫീസിൽ നിന്നുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി 70,000 രൂപയാക്കി അത് ഞാൻ കുറച്ച് തന്നിട്ടുണ്ട്, അത് എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് അടയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ വഴി എനിക്കതും സാധിച്ചു തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, കൃപാസനം പത്രം ഞാൻ വീടുകൾ വഴിയും ബസ് സ്റ്റാൻഡ് വഴിയും പള്ളികൾ വഴിയും ഞാൻ കൊണ്ടു നടന്ന് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആദ്യ വെള്ളിയാഴ്ചകളിൽ റോഡ് സൈഡിലിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഭക്ഷണം വീട്ടിൽ തന്നെ ഉണ്ടാക്കി പൊതിഞ്ഞു കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. എൻ്റെ ആധ്യാത്മിക വളർച്ചയെന്ന് പറഞ്ഞാൽ സന്ധ്യാപ്രാർത്ഥനയിൽ ഇല്ലായിരുന്നെന്ന് തന്നെ പറയാം. അതിപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ നടക്കുകയും ഞായറാഴ്ചകളിലെ പരിശുദ്ധ കുർബാന ഇടയ്ക്ക് മുടങ്ങാറുണ്ടായിരുന്നു, അതും ഇപ്പോൾ മുടങ്ങാതെ പോവുകയും ചെയ്യുന്നു. ആഴ്ചയിൽ കുമ്പസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്നില്ലേ ആ അമ്മ മാതാവിന് തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം 7-ാം തിരുവചനം. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും, അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും, നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. മിനിജ എന്ന ഈ സഹോദരി വളരെ സങ്കടത്തോടു കൂടെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴുണ്ടായിരുന്ന അവസ്ഥ വളരെ പ്രതികൂലവും സൗഖ്യമില്ലാത്ത ഒരവസ്ഥയിൽ രോഗാവസ്ഥയുമായിരുന്നു. 25 വർഷമായിട്ടുണ്ടായിരുന്ന അലർജിയിൽ നിന്ന് ഈ മകൾക്ക് ഉടമ്പടി എടുത്തപ്പോൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് മകൾക്ക് ശാശ്വതമായ സൗഖ്യം നൽകിയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ 13 വർഷമായിട്ടുണ്ടായിരുന്ന കാൽമുട്ടുവേദന, ഒരിക്കൽ പോലും മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനോ മുട്ടുകുത്തുവാനോ സാധിക്കാതിരുന്ന അവസ്ഥയിൽ ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കളായിരുന്നു മിനിജയുടെ ഏറ്റവും നല്ല ആൻറ്റിബയോട്ടിക്കായി അല്ലെങ്കിൽ തൈലമായി ആൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി, പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിശ്വാസ പ്രമാണം വിശ്വാസത്തോടുകൂടി വിശ്വാസ പ്രഖ്യാപനത്തോടുകൂടി ചൊല്ലിയതിൻ്റെ ഫലമായി മകൾക്ക് 13 വർഷമായി ഉണ്ടായിരുന്ന മുട്ടിലുണ്ടായിരുന്ന വേദന സൗഖ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇവരുടെ കാറിൻ്റെ ലോൺ അടയ്ക്കാൻ പറ്റാതിരുന്ന ഒരവസ്ഥയിൽ ഈ എല്ലാ സങ്കടങ്ങളും ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്നാണ് ഇവരുടെ ജീവിത സങ്കടങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് അവർക്ക് സൗഖ്യവും സമാധാനവും നൽകിയത്. നമുക്കറിയാം, ഉടമ്പടി ഉടൻ പരിഹാരമാണ്. പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കൈമാറിയ സന്ദേശം ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ ഒരു വലിയ കുടുംബത്തിൻ്റെ അപമാനം എന്നൊരു വലിയ ദുരന്തത്തിൽ നിന്ന് അമ്മ ആ കുടുംബത്തെ രക്ഷപ്പെടുത്തിയത് സമയമാകാതിരുന്ന മകൻ്റെ സമയത്തെ സമയമാക്കിക്കൊണ്ടായിരുന്നു. 25 വർഷം എന്ന അലർജി അല്ലെങ്കിൽ 13 വർഷത്തെ മുട്ടുവേദന എന്നൊക്കെ പറയുന്നത് ഒരു സമയമാകാത്ത സമയങ്ങളായിരുന്നു. ഇനിയും അത് നീണ്ടുപോകാമായിരുന്ന സമയങ്ങളായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവരുടെ വിശ്വാസ പ്രഖ്യാപനവും വിശ്വാസ പ്രാർത്ഥനയും കൂടി ഒന്നുചേർന്നപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയോട് സംസാരിക്കുവാൻ, ഈശോയ്ക്ക് നമ്മെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വളരെ എളുപ്പമുണ്ടായി. ഇന്ന് മിനിജ വളരെ സന്തോഷത്തോടുകൂടി
വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും ക്രിസ്തു കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ ജീവിതാനുഭവത്തിലാണ്. മിനിജിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞ് നല്ല ഒരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.